ഹലോ, ഞാൻ സുനി സഞ്ജീവ്. രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി, MC റോഡിൽ തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഒരു വചനം പറഞ്ഞിട്ട് തുടങ്ങാട്ടോ. എൻ്റെ വിശ്വാസാട്ടോ. എല്ലാവർക്കും ഇപ്പൊ കൊറോണ കാലം, ഇങ്ങനെ ഒത്തിരി പേര് കഷ്ടങ്ങളുള്ള കഷ്ടങ്ങളുടെ കാലല്ലേ. കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തൊണാന്നുണ്ട്. ഞാനൊക്കെ വചനം ഭയങ്കരമായിട്ട് ഇപ്പൊ വിശ്വസിക്കണ. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഇങ്ങനെ വഴിപാടൊക്കെ ഇട്ട് 10 പൈസ പഠിക്കണ കാലത്ത് ഒരേ വിഷയം ജയിക്കാൻ 5 പൈസയായിരുന്നു പറഞ്ഞ. പിന്നെ പള്ളിപ്പെരുന്നാൾ വരെ ഏറ്റുകഴിച്ചു. അങ്ങനെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ. അതിലൊന്നുമല്ല കാര്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവമാർന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ മുഖാന്തരം സകലതും ഉളവായി. വചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. വചനമാണ് നമ്മൾ പാലിക്കേണ്ടത്. അതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞു വന്നെ. എല്ലാരും അങ്ങനെ അറിഞ്ഞ ആത്മീയത വരുമല്ലേ. അപ്പോ വചനത്തിലുണ്ട് ബൈബിളില് ഫിലിപ്പിയറില് 4-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും കാത്തുകൊള്ളും. അപ്പോൾ ആ വചനം ചൊല്ലുമ്പോൾ അങ്ങനെ നമ്മൾ ആമേ അതങ്ങ് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്തോടെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് വചനം ഭക്ഷിക്കണം കേട്ടോ. മക്കളെ അങ്ങനെ പഠിപ്പിക്കണേ. അപ്പോൾ നമുക്കത് ഭയങ്കര അനുഗ്രഹമായിരിക്കും ആമയും പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ചുരിദാർ സെറ്റിന്റെ നല്ല വെറൈറ്റി, കുറേ വെറൈറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചുരിദാറിന്റെ ആണ് കാണിക്കാം കേട്ടോ. ഇത് ഒരു സെൽഫ് പ്രിന്റുള്ള സെമി സിൽക്ക്, ഒരു നല്ലൊരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ. ജോർജറ്റ് അല്ല, അന്ന് ഒരു ഓർഗൻസ പ്രിന്റ് പോലെ സോഫ്റ്റ്. അതിന്റെ അടുത്ത് ഇങ്ങനെ ലിനന്റെ ഇങ്ങനെ ഒരു സിൽവർ ഇതുണ്ട്. ലിനൻ അല്ല കേട്ടോ. അതേ ഇങ്ങനെ നോക്കിക്കോ, സെൽഫ് പ്രിന്റ് കണ്ടോ. അതില് യോക്കിൽ ഇങ്ങനെ വർക്കും ഉണ്ട്. അടിപൊളി കളേഴ്സ് ഒക്കെ. ഷോളും ഈ മെറ്റീരിയലിൽ തന്നെ എംബ്രോയിഡറി ആട്ടോ. ഈ മെറ്റീരിയലിൽ തന്നെ എംബ്രോയിഡറി. ബോട്ടം ഷാൻഡോം ബോട്ടം നല്ല മെറ്റീരിയലാണ്, സോഫ്റ്റ് ആണ്. ഡൈ ചെയ്യണതായിരിക്കും. ഈ മെറ്റീരിയലും 1-2 മെറ്റീരിയലിലല്ലേ ഡൈ ചെയ്യുള്ളൂ. റോസ് സിൽക്ക്, അപ്പോ കോട്ടൺ ഇതിലൊക്കെയാണ് ഡൈ ചെയ്യുള്ളൂ. ഫുൾ വർക്കുണ്ട്. ഷോള് ഫുള്ള് വർക്കുണ്ട്. ഷോളില് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് ഇട്ടാണ് വർക്ക് ചെയ്തേക്കണേ. ബോട്ടം ഇത് 1890 ആണ്. ടോപ്പിന്റെ തുണി ഒത്തിരി വെറൈറ്റിയാ. 99 ആണ്. 1899 ആണ്. ബോട്ടം ഇത്. ഷോൾ ഇത്. ഗോൾഡൻ അല്ല, ബേജ് കളർ. അതിന്റെ ഷോൾ ഇങ്ങനെ. ഷോളിന്റെ അരികത്തൊക്കെ ഒരു കുഞ്ഞ് ലേസ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഷോളിന്റെ വർക്കും നല്ല സ്റ്റാൻഡേർഡ് വർക്കാട്ടോ. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ എടുത്ത് കാണിക്കണ വർക്കല്ല, ഒരു എലഗൻ ലുക്ക് തോന്നിക്കണ വർക്കാട്ടോ. അങ്ങനെയുള്ളവരൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഷോളൊക്കെ ഭയങ്കര തിളക്കമല്ല. പക്ഷെ ഈ മെറ്റീരിയലേ ഭയങ്കര നമ്മൾക്ക് ആദ്യമായിട്ടാണ് കിട്ടണേ. ഈ മെറ്റീരിയൽ ഒത്തിരി സോഫ്റ്റും. ഒരു സെൽഫ് പ്രിന്റ് ഉണ്ട്. ഇത്ര ഇതിന്റെ കനം. നല്ലൊരു കൂടിയ മെറ്റീരിയലാണ്. സത്യത്തിൽ ഈ മെറ്റീരിയലിന്റെ പേരെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓരോ മെറ്റീരിയൽ കാണുമ്പോൾ ഏകദേശമൊക്കെ എനിക്ക് ഐഡിയ കിട്ടണതാ. ഇത് സാമ്പിൾ പീസുകൾ വന്നതാ. അരികത്തൊരു ജെറി വർക്ക് ഉണ്ട്. ജെറി വർക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ മെറ്റീരിയലിന്റെ തന്നെ അതിന്റെ തന്നെ സ്റ്റഫാ ഷോള്. അതിലും ഫുള്ള് ഇങ്ങനെ വർക്കുണ്ട്. നല്ല സെറ്റുകളാണ്. വെറൈറ്റിയാ. എപ്പോഴും കാണുന്നതല്ല. ഇത് സാമ്പിൾ പീസ് വന്നതാ. ഗ്രീൻ ഷോൾ ഇങ്ങനെ.
ബോട്ട് ചെയ്ത് ഷോള്. നല്ല ഒരു ബ്രിക്ക് റെഡ്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. സാമ്പിൾ പീസുകളാണ്, കുറെ സാമ്പിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓടുമെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് വെച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് എപ്പോഴും വെറൈറ്റി ഒക്കെ കാണിക്കണ്ടേ? കാണിച്ചു തന്നെ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരുന്നാ എങ്ങനെയാ? ഈ മെറ്റീരിയലൊക്കെ നല്ലൊരു വെറൈറ്റി മെറ്റീരിയല്. ഓർഗൻസി അല്ല, ഓർഗൻസ ഇരിക്കുന്ന പോലെയല്ല, സോഫ്റ്റാ. സെൽഫ് പ്രിന്റ് ഉള്ള ലിനൻ സിൽക്ക് ആണെന്നാണ് അവർ പറഞ്ഞത്. സെമി ലിനൻ സിൽക്ക് പോലെ. എനിക്ക് ഇങ്ങനെ നല്ല ലിനൻ സിൽക്കാണ്. ഈ ജെറി വർക്കുള്ളപ്പോ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, ലിനൻ സിൽക്ക് തന്നെയായിരിക്കും. എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പുതിയ മെറ്റീരിയൽ അല്ലേ, എന്നായാലും സൂപ്പറാ. ഇനി ജോർജറ്റിന്റെ ഒരു വശാട്ടോ വർക്ക്. വിത്ത് ലൈനിങ് ആണോ? വിത്ത് ലൈനിങ് ആട്ടോ. ഷോളും അടിപൊളി ഷോളാണ്. ഫുൾ ഇങ്ങനെ ഫുൾ വർക്ക് ഉണ്ട്. നല്ല ടോൺ ടു ടോൺ ആണ് വർക്ക്. ഇങ്ങനെ റേറ്റ് എത്രയാ? റേറ്റും കുറവാട്ടോ. 1490, 1490 ഉള്ളൂ. ഷോൾ ഇങ്ങനെ വർക്ക് വിത്ത് ലൈനിങ് ബോട്ടോടെ ഇത്. അപ്പൊ ആ റേറ്റിന് നല്ല സെറ്റാട്ടോ. 1490 സൂപ്പർ സെറ്റാ. നല്ല ചാർട്ടുവാ. ഗ്രീൻ ജോർജറ്റിന്റെ ആണ് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചു വന്നു. എനിക്കൊക്കെ ഇടാൻ പേടിയാ. ഈ തടിയും വെച്ച് ജോർജറ്റ് ഇട്ട ഇങ്ങനെ കൊതിയായിട്ടും വേണ്ടില്ല. പക്ഷെ ഇതുവരെ ഇടാണ്ട് സഹിച്ചിരിക്കുക. വണ്ണം കുറയ്ക്കണം, നടക്കണൊക്കെ ഉണ്ട്. ഇനി സ്ലിം ആയിട്ട് വേണം ജോർജറ്റ് ഇടാൻ. നടക്കുവോ? തീറ്റ കുറയ്ക്കാറില്ല കേട്ടോ. അധ്വാനിക്കണ്ട്. വൈകിട്ടൊക്കെ നടന്ന് പീച്ച് നല്ല കളറാണ്. റേറ്റും കുറവാ. ഫംഗ്ഷനൊക്കെ ഇടാം. സൂപ്പറാണ്. 1490. വലിയ റേറ്റ് ഒന്നും അല്ല. സൂപ്പർ സെറ്റാ. എല്ലാം നല്ല കളേഴ്സാ. നല്ല ആഷ് കേട്ടോ. നീല കൂടിയ ആഷ്. ഇനി വേറെ ഒരു സെമി സിൽക്കില് ഒരു വെറൈറ്റി. ഇതപ്പടി യോക്കില് വർക്കാട്ടോ. ഹാൻഡ് വർക്കാട്ടോ. ഹാൻഡ് എംബ്രോയിഡറി ആണ്. സെമി സിൽക്കാണ്. ബോട്ടം കോട്ടൺ. ഷോളും സോഫ്റ്റ് സിൽക്ക്. ടസർ അല്ല, ടസർ സിൽക്ക് അല്ല, സെമി ടസർ അല്ല, സോഫ്റ്റ് സിൽക്കിന്റെ ഫുൾ വർക്ക് ഉണ്ട്. ഈ എംബ്രോയിഡറിയുടെ കളറൊക്കെ വർക്ക്. ബോട്ടം ഇത് കോട്ടൺ ആട്ടോ. ബോട്ടം റേറ്റ് 1799. നല്ലൊരു യോക്ക് വർക്ക് ആട്ടോ. യോക്ക് വർക്ക് ഇങ്ങനെ താഴ്ത്തായിട്ടുണ്ട്. ഒരു വെറൈറ്റി യോക്ക് വർക്കാണ്. മെറ്റീരിയൽ നല്ല സോഫ്റ്റാ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. വർക്കൊന്ന് അടുത്ത് കാണിക്കട്ടെ. കണ്ടല്ലോ അല്ലേ? കാണാലോ അല്ലേ? ഷോളിത് ഞാൻ മാറി നിക്കണേ. ഇങ്ങനെ ഏറ്റവും കുഴപ്പം എന്നാന്ന് വെച്ചാല് ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോ ഒത്തിരി എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. നമ്മളിപ്പോ ഒരു ഡ്രസ്സ് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ തന്നെ നോക്ക്. അതിനൊരു പ്രത്യേക ചെറിയ തിളക്കോ ഗ്ലോയൊക്കെ കാണും. അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഇങ്ങനെ. അപ്പോ അങ്ങനെയൊന്നും കാണൂല. ഡ്രസ്സുകൾക്ക്
നമ്മുടെ ഡ്രസ്സും ചുമ്മാ വീഡിയോയിലൊക്കെ പിടിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ തിളക്കമൊന്നുമില്ല. അങ്ങനെ ഇത് ഞാൻ ഓർക്കാം വീഡിയോ കാണുമ്പോൾ നല്ല ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഗ്ലോ അങ്ങനെ പറയാനൊരു വിഷമം എനിക്ക് ഗ്ലോ ഇല്ലെന്ന്. ഇതേ ബേജ് കളറിൽ നല്ല കോമ്പിനേഷൻ, മെറൂൺ. ഷോള് ഫുൾ ഇങ്ങനെ വർക്ക്, സോഫ്റ്റ് സിൽക്കില് ഫുൾ എംബ്രോയിഡറി. 1799. വെറൈറ്റി ഉണ്ട്, നല്ല വർക്കൊക്കെ അല്ലേ, ഒരു വെറൈറ്റി ഇല്ലേ. ബോട്ടം കോട്ടൺ ആട്ടോ. ഇത് വല്ലോ ഇങ്ങനെ നമുക്ക് കോട്ടൺ സ്കർട്ട് പാൻറ് ചുരുക്കും കുഴപ്പമില്ല. 45 ഇഞ്ച് വീതി ഉണ്ടല്ലോ കോട്ടൺ ആണെങ്കിലും. ഡൈ ചെയ്തെടുക്കണായിരിക്കും ആ കളേഴ്സ്. ഇതിന്റെ ബോട്ടം ഇതാണ്, ഇതിന്റെ ബോട്ടം. ഓ, ഈ കളറ് ബോട്ടം കൊടുത്തേക്കണത്. എനിക്ക് ഈ മെറൂൺ ബോട്ടായിരുന്നു ഇഷ്ടം. ഇതിൽ ഈ വർക്കൊക്കെ റെഡാ. ഈ വർക്കിന്റെ കളറാണ് ബോട്ടം കൊടുത്തേക്കണേ. ഞാൻ ഓർത്ത് ബോട്ടം മാറിപ്പോയോന്നേ. ഷോളിത് ഈ വർക്കാണ് അവര് കോൺട്രാസ്റ്റ് ബോട്ടം കൊടുത്തേക്കണേ. ടോപ്പും ഷോളും ഒരേ കളറാ, ബോട്ടം കോൺട്രാസ്റ്റാ. അങ്ങനെ ഒത്തിരി സെറ്റ് വന്നില്ലേ അതുപോലെ. ഇതിന്റെയൊക്കെ കുറെ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഷോളും ഒക്കെ ചേർന്ന് കിടന്നോളൂ, സോഫ്റ്റാ. ബോട്ടേത് പീച്ച്. ഒത്തിരി കളേഴ്സ് ഉണ്ടോ? ഒരു കളേഴ്സാ, ഇത്ര കളറാ. ഒരു ചാർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഈ വർക്കാട്ടോ ബോട്ടം. അത് ഈ കൊടുത്തേക്കണ വർക്കാ ബോട്ടം. ഇതൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ആട്ടോ. നല്ല രസമില്ലേ ഷോളിത്. പിള്ളേരുടെ ഒക്കെ പരീക്ഷ കഴിഞ്ഞോ? പിള്ളേർക്കൊക്കെ ഈ ഇങ്ങനെ ചരിത്ര പുസ്തകം, ചരിത്രകാരന്മാരുടെ പുസ്തകമൊക്കെ വായിക്കാൻ കൊടുക്കണം കേട്ടോ. ചുമ്മാ ഈ മൊബൈലും ഇങ്ങനെ കുത്തി ഇങ്ങനെയല്ല. അവരൊക്കെ ലോകത്തിന്റെയും വീടിന്റെയും നന്മയ്ക്കായിട്ട് മാറട്ടെ. ഇപ്പൊ ഞാൻ പണ്ട് ഓർക്കുമായിരുന്നു കേട്ടോ, എന്റെ മക്കള് രണ്ടും ഏറ്റവും വലിയ പണക്കാരാണ്, ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. എനിക്കിപ്പോ വലിയ ഇഷ്ടമാണ്. ഒരു വലിയ ബൈബിളൊക്കെ വായിച്ച് ആത്മീയ അന്നേരം പണ്ട് വല്ലതും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നോ? ഇപ്പൊ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് എന്നാന്നൊക്കെ ചോദിക്കണേ. ഇപ്പഴല്ല കേട്ടോ, കുറച്ചാൾ മുമ്പ്. ഇപ്പൊ മനസ്സിലായി തുടങ്ങി. ഇപ്പൊ എന്നും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ആകരുത് കേട്ടോ. കുഞ്ഞിലേ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ. കുഞ്ഞിലേ അല്ലേ നമ്മുടെ അടുത്ത് മക്കളെ കിട്ടണേ. അപ്പൊ എപ്പോഴും നല്ല വലിയ ഇങ്ങനെ നല്ല ചരിത്ര പുസ്തകം, മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം, വില്യങ്കേരി, ആ വെല്ലൂര് ഹോസ്പിറ്റൽ, ഐഡ, അങ്ങനെ ഒത്തിരി ഇല്ലേ ദൂരം, ബില്ലി ഗ്രഹാം. ഞാനിതൊക്കെ വായിക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ജീവചരിത്രം വായിക്കണേ. അബ്രാഹാം ലിങ്കന്റെ അതൊക്കെ വായിക്കാൻ കൊടുക്കാം. അതൊക്കെ വായിക്കുമ്പോൾ പിള്ളേര് നമ്മക്കടെ വീടിനും നാടിനും അനുഗ്രഹമാകും. മനസ്സിലൊക്കെ നന്മ നിറഞ്ഞവരാകും. അപ്പൊ എത്ര കാശുണ്ടെങ്കിലും നന്മയില്ലാത്ത മക്കളാണെങ്കിൽ പിന്നെ എന്താ ബലം? എല്ലാവർക്കും അനുഗ്രഹം ആയാലല്ലേ നമുക്കും അനുഗ്രഹം ആവുള്ളൂ. ഇത് കർത്താവേ, ഞാൻ വർത്താനം പറഞ്ഞ നീണ്ടുപോയി. ഇത് ഗ്രീൻ വിത്ത്, ഇത് ഗ്രീൻ അല്ലല്ലോ, ഒരു ഇത് ആഷു അല്ല, ഗ്രീനും പോലത്തെ ഒരു വെറൈറ്റി പേസ്റ്റ് കളറാട്ടോ. ഷോളിത് ബോട്ടം കൊടുത്തേക്കണേ. ഇതില് ഈ യെല്ലോ പോലത്തെയാ ബോട്ടം കൊടുത്തേക്കണേ. ഈ ഒരു വെറൈറ്റി ആട്ടോ. ഒറിജിനൽ ക്രേപ്പിന്റെ സെറ്റ് ആട്ടോ. ഒറിജിനൽ ക്രേപ്പ്. പണ്ടിങ്ങനെ ഒരു 10-20 വർഷം മുമ്പ് ഈ സെറ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഒറിജിനൽ ക്രേപ്പ്. കഴുകാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഡ്രൈ വാഷ് ആണ്. ബോട്ടം ഒറിജിനൽ ക്രേപ്പാ. ബോട്ടം ലൈനിങ് ഇട്ടടിക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് ടോപ്പ് അടിച്ചു. നല്ല ക്രേപ്പ്, നല്ല ചേർന്ന് കിടന്നോളും. നല്ല രസമില്ലേ? 1699. വണ്ണമൊന്നും തോന്നിക്കില്ല. ഇതൊക്കെ സാമ്പിൾ പീസുകളാട്ടോ. ആഷ് ബോട്ടം. ഒറിജിനൽ ക്രേപ്പ് നമ്മൾ വാഷ് ചെയ്താൽ ചുരുങ്ങും. ഡ്രൈ വാഷ് ചെയ്യണയായിരിക്കും നല്ല ബോട്ടം. ഇത്
നല്ല കൂളിങ്, നല്ല സുഖമാട്ടോ. ഡ്രൈ വാഷ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. ഡ്രൈ വാഷ് എന്നതിൽ എഴുതിയിട്ടുണ്ട്, ഡ്രൈ വാഷ് ഉള്ളിന്നാണ്. ഇനി കഴുകാൻ എന്നോട് ചോദിക്കരുത്, കഴുകിയാൽ എന്ത് സംഭവിക്കുന്നു. അല്ലെങ്കിൽ തന്നെ തുണി കഴുകാറില്ല ഞാൻ. പിന്നെ ഇനി ഡ്രൈ വാഷ് കഴുകിയ ഞാൻ ഒരു 2 വർഷം കഴിയുമ്പോൾ കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ വാഷിംഗ് മെഷീനിലിട്ടൊന്ന് കലക്കിയെടുക്കും. നല്ല കളർ കോമ്പിനേഷൻ ഒക്കെ ആട്ടോ, ഗ്രീനും പിങ്കും. ഇത് രസാല. ഇത് വല്ല ഷോളൊക്കെ ആക്കാല, അല്ലെ ടോപ്പ് ആക്കാല. പീച്ചും എല്ലാം ഒരു 20 വർഷം കഴിയുമ്പോ പുതിയത് തപ്പിയെടുക്കണതാ. ബോട്ട ഇത് 1699 ആയിരുന്നു കേട്ടോ സെറ്റിന്റെ വില. ഇത് നമ്മള് റീസ്റ്റോക്ക് എല്ലാരും ചോദിച്ചതാ. ടോപ്പ് ബോട്ട ഇത് സിൽക്ക് ഷോൾ ഇങ്ങനെയാട്ടോ. സിൽക്ക് ഗ്ലോ ഉള്ളൊരു നല്ല രസമുള്ള സിൽക്ക് ഷോളാ. ടോപ്പ് മെറൂൺ, ബോട്ടം ബ്ലാക്ക്. അതിന്റെ വർക്ക്, ടോപ്പിന്റെ തുണിയൊക്കെ സെമി സിൽക്കാണ്. അടിപൊളി. ഇത് ഇങ്ങനെയാണ് ഷോളിന്റെ വീതിയൊക്കെ ഇതാട്ടോ. ഒരു സാറ്റിൻ സിൽക്ക് ഷോള. ഈ ഷോളാണ് ഇതിന്റെ സൗന്ദര്യം. ഒരു പ്രാവശ്യം വന്നിട്ട് ഭയങ്കര 1599. ഒരു പ്രാവശ്യം വന്നിട്ട് ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന, പിന്നെ ഇപ്പഴാ 1590. ബ്ലാക്കും 2 കളറേ ഉള്ളൂ ഇതിന്. കൊറേ ജോർജറ്റിന്റെ വെറൈറ്റി വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ ജോർജറ്റ് ചോദിക്കണ കാരണം കൊറേ ജോർജറ്റാണ്. വിത്ത് ലൈനിങ് ആണോ? അല്ലല്ലോ. ഇത് കൂടിയതാട്ടോ. ഫ്രണ്ട് മാത്രം സ്ട്രൈസ്, ബാക്ക് പ്ലെയിൻ. ഷോൾ ഒറിജിനൽ ക്രേപ്പ് ആട്ടോ. ഒറിജിനൽ ക്രേപ്പ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഷോള് തന്നെ മേടിക്കാൻ നിങ്ങൾ ഷോപ്പിൽ ചെന്ന് നോക്കാം. 1800 രൂപയ്ക്ക് ഈ ഷോളിന്. ഒറിജിനൽ ക്രേപ്പ് ഷോളാണ്. ഷോള് കഴുകാൻ പാടില്ല. ടോപ്പ് കഴുകാവോ? ഇതൊക്കെ കൂടിയ മെറ്റീരിയലാ. ഡ്രൈ വാഷ് ചെയ്താൽ മതി. ഒറിജിനൽ സാധനം എല്ലാം കഴുകുമ്പോ ചുരുങ്ങും, കളറും പോകും. ഒറിജിനൽ അതാ ഡ്രൈ വാഷ് ചെയ്യണമെന്ന് പറയണേ. കഴുകുമ്പോ കളറ് പോകൂലാത്തതും ചുരുങ്ങാത്തതും ഒറിജിനൽ അല്ല. അതിൽ മിക്സിങ് വരുമ്പോഴാ വിലയും കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും കാലം കഴുകുമ്പോ കളറ് പോയ തുണിയേന്ന് പറഞ്ഞ അതൊക്കെ നല്ല സാധനമായിരുന്നു. അത് കാരണമാണ്. അതാണ് ഡ്രൈ വാഷ് എന്ന് പറയണേ. 1699. ഇതെന്നെ ഇങ്ങനെ പഠിപ്പിച്ചതാട്ടോ. ഞാൻ പണ്ട് എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് പറയും, കുറഞ്ഞ സെറ്റ് എടുത്തപ്പോ ഒട്ടും പോകൂലായിരുന്നു, കൂടിയത് എടുത്തപ്പോയാലോ കളർ പോണേന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു കൂടിയത് ഒറിജിനൽ എടുക്കുമ്പോ ഒറിജിനൽ സാധനങ്ങള് കഴുകുമ്പോ ചുരുങ്ങും, കളറും പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഡ്രൈ വാഷ് എന്ന് പറഞ്ഞാൽ അത് കാരണമെന്ന് പറഞ്ഞു. അടിപൊളി ഷോളൊക്കെ ആട്ടോ. അതെ, എല്ലാം കുറോശയുള്ളേ ബോട്ട. ഇത് പിന്നെ പേജ് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആ സപ്പോർട്ട്, ആ സ്നേഹം, അത് യേശുബ്രാൻ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞേക്കാളും അത് കറക്റ്റ് യേശുബ്രാൻ അനുഗ്രഹിക്കുമ്പോഴാ. കാരണം ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹം കൊണ്ടും അല്ലേ. പിന്നെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പഴയ വീഡിയോയുടെ വന്ന് കഴിഞ്ഞ ദിവസം ഒരു മാങ്ങാ ഡിസൈൻ അതൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്നാ വന്നേന്നറിയാൻ പാടില്ല. റണ്ണിങ് മെറ്റീരിയലിന്റെ പുള്ളിക്കാരി ഒത്തിരി ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മോശമായിട്ട് കമന്റ് ഇടും എന്നൊക്കെ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. അത് ഇല്ലാത്തതിന് നിങ്ങൾ എന്നെ ആളെ പറ്റിക്കാൻ പണ്ടിട്ട വീഡിയോയിലെ സാധനം എങ്ങനെ കിട്ടാൻ? അത് തീരുമ്പോ റീസ്റ്റോക്ക് വയ്ക്കുമ്പോ കിട്ടും. അല്ലാണ്ട് അത് എപ്പോഴും തീരാണ്ട് നമുക്ക് ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. കിട്ടിയാലേ ഇറക്കുകൊണ്ടിരിക്കൂ. പിന്നെ ഇത്ര ഡിമാൻഡുള്ളതിന്. അപ്പം അത് ചോദിച്ചിട്ടുണ്ട്. കിട്ടുമ്പോ വീഡിയോ ഇടും. അപ്പൊ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താ, പേജ് ഫോളോയും ചെയ്താൽ പെട്ടെന്ന് കിട്ടൂലോ പുതിയ വീഡിയോ. എല്ലാരും പഴയ വീഡിയോ ഒത്തിരി പേര് ചോദിക്കണേ. അതാ ഞാൻ പറഞ്ഞേ ഒന്ന് ഇത് ചെയ്യണം കേട്ടോ.
എന്ത് രസാ ബോട്ടിൽ ഗ്രീൻ. ഷോള് എന്നാ ഭംഗിയാ. ഹെവി വർക്കിന്റെ ഷോള് തന്നെ ഈ സെറ്റിനേക്കാളും വിലയുള്ള. ഞാൻ പറയണ നുണയാണോ ഒന്ന് ഈ ഷോളിന്റെ വിലയൊന്ന് ചോദിച്ചു നോക്കിയ ഷോള് കടകളിൽ ഒറിജിനൽ ക്രേപ്പിന്റെ. ഞാൻ പോയി ചോദിച്ചതാ. ഞാൻ ഷോള് കടകളിൽ ഇടയ്ക്ക് കയറാറുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ ഞാൻ ഓർത്തു ഞാൻ പിന്നെ സെറ്റ് എടുത്താ മതിയല്ലോ എന്ന് ഓർത്തു. ഇത് കാണിച്ചപ്പോ ഇനി കോട്ട, സിൽക്കി കോട്ട, ഫുള്ള് വർക്ക്. ബോട്ട ഇത് നിറച്ച് ഫ്രണ്ടിലൊക്കെ ആപ്ലിക് വർക്ക് ആട്ടോ. ആപ്ലിക് വർക്ക് ഉണ്ട്, ഷോളയിലുണ്ട്. വില ഒട്ടൂല കേട്ടോ. 1999, 1199 ഉള്ളേ. നല്ല കളേഴ്സും. സിൽക്കി കോട്ട സോഫ്റ്റാ, ഇടാനും സുഖം. ഷോളിങ്ങനെ ഈ സെറ്റുകളൊക്കെ ആട്ടോ ആക്കാൻ നിങ്ങൾ വരുമ്പോ ഞങ്ങൾ എടുത്ത് കാണിക്കണേ. അപ്പൊ പറയും എല്ലാം പോയി. ഇങ്ങനെ എടുത്ത് വിടത്തി കാണിക്കുമ്പോ അതിന്റെ ഭംഗി എല്ലാരെയും എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റണില്ല. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റണില്ല. അപ്പുറം ഇപ്പുറം എല്ലായിടത്തും തിരക്കായത് കാരണേ. അപ്പം സെറ്റുകളൊക്കെ നമ്മളെടുത്ത് മേത്ത് ഇങ്ങനെ വെച്ച് ശരീരത്തിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അല്ലേ ഇങ്ങനെ ഭംഗി. ഇവിടത്തെയൊക്കെ കാണുമ്പോ അല്ലേ ഭംഗി തന്നെ. കാണുന്ന വഴിയെ ഒരു സെറ്റ് മനസ്സിൽ വെച്ചോണ്ടൊന്നും വരരുതേ. ഇന്നോർത്തോണ്ട് ഇതിക്കൂടെ പോകുമ്പോ എല്ലാരും കയറണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ എനിക്ക് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ വലിയ വിഷമം. അത്ര അകലെന്നൊക്കെ വരുമ്പോ അടുത്ത വീഡിയോക്കെ ഉള്ള ഒക്കെ ഞങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ബ്രൗൺ, നല്ല രസമുള്ളൊരു ബ്രൗൺ. ബിസ്ക്കറ്റ് അല്ല, ബ്രിക്ക് റെഡ് അല്ല, പീച്ചിന്റെ ഒരു വെറൈറ്റി. ബോർഡർ ഫുള്ള് ഈ ഷോളിന്റെ വേണ്ട ആപ്ലിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം കോട്ടൺ സിൽക്ക് ആട്ടോ. ബാക്കി വർക്കില്ല കേട്ടോ, പ്ലെയിനാ. 1199. കുറെ കളേഴ്സ് എല്ലാ സെറ്റിലും ഉണ്ട്. ആഘോഷങ്ങള്, കല്യാണങ്ങളുടെ ഒക്കെ ബഹളല്ലേ. എല്ലാ ദിവസവും കല്യാണവർക്കൊക്കെ എനിക്കുണ്ട്. എല്ലാം ഒത്തിരി കല്യാണമുള്ള ദിവസമല്ലേ എന്റെ അമ്മ. ഈ പുതിയാറാഴ്ച വരെയൊക്കെ. ഈ കഴിഞ്ഞ വർഷം ഒന്നും ആഘോഷങ്ങൾ നടന്നില്ലല്ലോ. അപ്പൊ ഈ വർഷം അപ്പടി ആഘോഷങ്ങളുടെ ഷോളിത്. ഈ ബ്രൗൺ കാണിച്ചാർന്നോ? ഇല്ലേ, വേറെ ബ്രൗണാ കാണിച്ചേ. ഇതിന്റെ തന്നെ ഈ ബോട്ടം വെച്ചേക്കണേ. ബോട്ടം മാറിപ്പോയതാണോ? ഇനി ഒരു ക്രേപ്പിന്റെ പ്രിന്റ്. ബോട്ടം ഷോളൊക്കെ സൂപ്പറാ. പക്ഷെ ഡ്രൈ വാഷ് ചെയ്യണമായിരിക്കും. ബോട്ട ഇത് നല്ല രസമായിരിക്കും ഇടുമ്പോ. സ്ലിം ആയിട്ട് മെല്ലിച്ചിരുന്നോളും. ഒറിജിനൽ ക്രേപ്പാട്ടോ. ഒറിജിനൽ ക്രേപ്പിന്റെ ആൾക്കാർ ഒത്തിരി പേരില്ലേ. പണ്ടുണ്ടായിരുന്നു. 20 വർഷം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. നേരെ 15 വർഷമൊക്കെ മുമ്പാ. കോട്ടൺ ഒറിജിനൽ ക്രേപ്പ് തന്നെയാട്ടോ. കോട്ടൺ ലൈനിങ് ഇട്ട് അടിക്കുന്നുണ്ട് വരും. ടോപ്പും ബോട്ടും ഷോൾ. ഇത് എനിക്ക് സ്പീഡ് കുറവാന്ന് അവര് പറയണം. സ്പീഡിൽ ചെയ്യാൻ. വീഡിയോയിൽ എല്ലാരും പറയും സ്പീഡ് അധികമാന്ന്. എല്ലാവർക്കും വീട്ടിൽ പോണം, പെട്ടെന്ന് വീഡിയോ പിടിക്കണം. 1699 ആട്ടോ വില. ഗ്രീൻ
ബോട്ടം ഇത്. ഇനി അടുത്തത് സോഫ്റ്റ് സിൽക്കില് യോക്കിലി വർക്ക്. അടിപൊളി ഷോളാട്ടോ. സിൽക്കി കോട്ടയുടെ ഷോളുവാ. ഫുള്ള് വർക്ക്. നല്ല എംബ്രോയിഡറി സിൽക്കി കോട്ടയുടെ ഷോളുവാ. റേറ്റ് എത്രയാ? 1499. നല്ല സെറ്റാ. ഷോളിത്. ബോട്ട ഇത് ടോൺ ടു ടോൺ ആട്ടോ. അല്ലേ? എന്റെ ബോട്ട ഇതാണോ? ഇതിന് ചേഞ്ച് ഉണ്ടോ? ബോട്ടവും ടോപ്പും ബോട്ടവും സെയിമാ. ഷോളിന് ഇച്ചിരി ഡിഫറൻസ്. എല്ലാം തന്നെ പച്ചയൊക്കെ സെയിമാലോ. എനിക്കിതിന് വ്യത്യാസം തോന്നുമോ? ആ സെയിമാ. ഞാൻ അങ്ങനെ നോക്കിയതിന്റെ വ്യത്യാസം. സെയിം ഷോള്, സെയിം കളറാ ഷോളും ബോട്ടും. സിൽക്കി കോട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ബോട്ട ഇത്. ഇങ്ങനെ കാണുമ്പോ കിട്ടണേ അത്രയും ഫോട്ടോ എടുത്ത് അയക്കുമ്പോ കിട്ടില്ല കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും തിരക്ക് കാരണം ഒന്നും പറ്റണില്ല. മെസ്സേജിന് മറുപടി കൊടുക്കാൻ ഇങ്ങനെ നോക്കി എല്ലാം നല്ല തിരക്കല്ലേ, അങ്ങനെ നല്ല പാടാ. അപ്പൊ ഫോട്ടോ എടുത്ത് ഇടാൻ പറയുമ്പോ ഇടാത്തത് തിരക്കിന്റെ കാരണാട്ടോ. ഇങ്ങനെ സ്ഥലമില്ലല്ലോ ഞങ്ങക്ക്, സ്ഥലപരിമിതിയുടെ ഒക്കെ പ്രശ്നം. ദേഷ്യം തോന്നരുത്. മെസ്സേജിനൊക്കെ മറുപടി കിട്ടാൻ വൈകുമ്പോ ഇങ്ങനെ യേശംബ്രാനെ എന്നോട് ക്ഷമിക്കണം. എനിക്കാണെങ്കിൽ ഇപ്പൊ പറയണേ എന്നെ ഇച്ചിരി നേരം കഴിയുമ്പോ പോലും മറന്നു പോവേ. ബോട്ട ഇത്. ഒരു സെമി സിൽക്ക് പോലത്തെ, കോട്ടൺ അല്ല, കോട്ടൺ ആണോ ഇത്? സ്ലബ് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാ. അതിലൊരു ഡിസൈൻ ഇങ്ങനെയുണ്ട്. ചന്തേരി സിൽക്കിന്റെ ഷോളും. ഒറിജിനൽ ചന്തേരി സിൽക്ക് ഒന്നും അല്ല കേട്ടോ. ആ സെയിം ഡിസൈനിൽ, ആ സെയിം പ്രിന്റില്. ചന്തേരി സിൽക്ക് അല്ല, പശ്മിന സിൽക്ക്. സോറി, മാറിപ്പോയതാ പേര്. പശ്മിന സിൽക്ക്. അതേ സെയിം പാറ്റേണില്. ഒറിജിനൽ പശ്മിനയാണെങ്കിൽ ഈ റേറ്റ് കിട്ടില്ല. എന്നാ റേറ്റ്? 1199. പശ്മിനയുടെ അതേ മുഖച്ചായയില്. ടോപ്പ് ഇതാ. ബോട്ടം ഇത്. ഈ വർക്ക് ഈ ബ്ലൂ കളർ ആട്ടോ ബോട്ടം. ടോപ്പ് ഇത് റെഡ് ബോട്ട. ഷോളും അതെ. നല്ലൊരു സെറ്റാട്ടോ. നല്ല സോഫ്റ്റ് ഷോള്. ഈ റേറ്റിന് കുഴപ്പമില്ല. 1199. ഓറഞ്ച് വിത്ത് ബ്ലൂ. റഫ് യൂസിന്, കാഷ്വൽ യൂസിനൊക്കെ ഭയങ്കര നല്ലതാ. എന്നാണ് വെച്ചാലും പോവില്ലോ. നല്ലതാണ്. പ്രിന്റഡ് ബോട്ടവും ഷോളും വരും. ഇനി ഇപ്പൊ നിർത്താട്ടോ. ഫസ്റ്റ് ബെല്ലടിച്ചു, ഉടനെ തന്നെ നിർത്തും. ഇനി റേറ്റ് കുറഞ്ഞാട്ടോ. 790 അല്ലേ? ഈ സെറ്റിന് ഇഷ്ടംപോലെ വർക്ക്, മെഷീൻ എംബ്രോയിഡറിയ. ഇങ്ങനെ അങ്ങ് പോയേക്കോ താഴെ വരെ. കണ്ടോ? ബോട്ടം കോട്ടൺ ആട്ടോ. പിങ്ക് സിൽക്ക് ഷോള്. സോഫ്റ്റ് സിൽക്കിന്റെ ഷോള്. ഫുൾ എംബ്രോയിഡറി ഉണ്ട്. 790. നിറച്ച എംബ്രോയിഡറി ആവശ്യത്തിനുണ്ട്. റേറ്റും കുറവാ. 790 ഉള്ളൂ. ഫംഗ്ഷന് വേണമെങ്കിൽ ഫംഗ്ഷൻ ഇടാം. റഫ്യൂസും ആയിട്ടും ഇടാം. ഷോൾ ഇങ്ങനെ. ഞാൻ തെരുവിലൊന്ന് പോകുക കേട്ടോ. ഗ്രീൻ
പീച്ച്. ഇനി ബാത്തിക്കാട്ടോ. ബാത്തിക്കാണ്. ബോട്ടം കോട്ടണ. ഈ ബുട്ട ഡിസൈൻ. ബാത്തിക്കിന്റെ ഇത് നല്ല സെറ്റാ. 1990 അല്ലേ, 1900. നല്ലതാണ്. ഇങ്ങനെ കാഷ്വൽ വെയറിന് നല്ലതല്ലേ. ടോപ്പിന്റെ തുണിക്ക് തന്നെ 190 ഒക്കെ വിലയുണ്ടല്ലോ. നമുക്കിവിടെ ആ വിലയാ. ഫോട്ടോ ഷോളും ഉണ്ട്. 1090. യെല്ലോ ട്ടോ. ഇത് ആഷ് വിത്ത് യെല്ലോയാ. ആഷ് വിത്ത് യെല്ലോ. ബോട്ട ഇത്. ഈ ബ്ലൂ വിത്ത് യെല്ലോ അല്ല, വൈറ്റ്. അരികത്ത് എല്ലാത്തിലും പൈപ്പിങ്ങും പിടിപ്പിച്ചിട്ടുണ്ട്. ആഷ്. ബോട്ട ഇത്. ഒരു ചെറിയ സെറ്റ് കൂടെ കാണിച്ചിട്ട് ഇപ്പൊ തന്നെ നിർത്തിയേക്കാം. നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ. 790 ആട്ടോ. യോക്കിലി വർക്ക്. സോഫ്റ്റ് ഷോള്. ബ്ലാക്ക് ബോട്ടം. ഷോളും ബോട്ടവും കോൺട്രാസ്റ്റ്. ഇതിലൊരു ബ്ലാക്ക് വർക്ക് ഉണ്ട്. ഷോളിന്റെ ഉള്ളിൽ ഇങ്ങനെ ബുട്ട ഡിസൈനും ഉണ്ട്. 799. നേവി ബ്ലൂയില് ഓറഞ്ച്. ബോട്ട ഇതാട്ടോ. ഇച്ചിരി ഒരു ഗ്ലോസി മെറ്റീരിയലാ. ഷോളിന്റെ അരികൊക്കെ നല്ല ഇങ്ങനെ ജെറി വർക്കൊക്കെ ഉണ്ട്. 790. ബോട്ടിൽ ഗ്രീൻ. നല്ല യോക്ക് വർക്കൊക്കെ ആട്ടോ. മെഷീൻ എംബ്രോയിഡറി ആണ്. ഷോള് നിറച്ച വർക്കുണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യം കഴിഞ്ഞു. അപ്പൊ എല്ലാരും യേശുബ്രാൻ അനുഗ്രഹിച്ച് യേശു തന്നേച്ചു പോയ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് യേശുബ്രാൻ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ആ നെഞ്ചിന്ന് ആരും പിടിച്ചു പറിക്കില്ല. എല്ലാരും യേശുബ്രാൻ അപ്പം അനുഗ്രഹിക്കട്ടെ. ആമേൻ.